+2 ഒരു A+ മാത്രമുള്ള ഒരാൾക്ക് എങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അന്ന് ഞാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്ത ടൈമിൽ പല സ്റ്റുഡൻസും പല ടീച്ചേഴ്സ് ആയാലും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് അഡ്മിഷൻ തരില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹോസ്റ്റലിൽ എല്ലാവരും ഇരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് വീക്ക്ലി എക്സാം, മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഏകദേശം 50 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. ഈ 50 സ്റ്റുഡൻസിന്റെ സ്കോർ നമ്മളെ വാർഡനിങ്ങിന് വായിക്കുകയാണ്. വാർഡനും അടുത്ത ഫാക്കൽറ്റി തന്നെയാണ്. വായിക്കുന്ന ടൈമിൽ എൻ്റെ ഒരു സ്കോർ എന്ന് പറയുന്നത്, എൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഏകദേശം 50 സ്റ്റുഡൻസിൽ ഏറ്റവും താഴെയായിരുന്നു, 50 പൊസിഷനായിരുന്നു. ഇങ്ങനത്തെ ഒരു സ്റ്റുഡന്റിനെ എങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊന്ന് സംശയം. അപ്പോൾ ഹലോ, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും. എൻ്റെ ഒരു നീറ്റ് ജേണിയാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫ്രം ദി ബേസ് ഇറ്റ്സെൽഫ് ഞാൻ പറയാം. ഇത് നീറ്റ് ആസ്പിറൻസിനായാലും പാരന്റ്സിനായാലും അതുപോലെ തന്നെ പാർഷ്യൽ ഡ്രോപ്പേഴ്സിനായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും. കാര്യം നീറ്റ് എന്ന് പറയുന്നത് ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ ഇത് ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. വേറെ കാര്യം പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നിയപ്പോൾ നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാര്യം ഈ ടൈമിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ വളരെ ഡീമോട്ടിവേറ്റ് ആയിട്ട് ഇരിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് MBBS വീഡിയോസ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ഷോർട്സും മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിപ്പോൾ എൻ്റെ ഒരു ജേർണി പറയാം. കാര്യം എനിക്ക് +2 ഒരു A+ ഉള്ളായിരുന്നു. അപ്പൊ അതിന്റെ കാരണമൊക്കെ പറയാം. ഞാൻ ശരിക്കും നമ്മളൊക്കെ ഈ ഒരു 4th-ലും 5th-ലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഇപ്പൊ നമ്മളെ ഫാക്കൽറ്റീസ് ചോദിക്കും എന്താവാനാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡോക്ടർ, എഞ്ചിനീയർ, ഞാനൊക്കെ പഠിച്ച ടൈമിൽ ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പൈലറ്റ് പറയുന്നവരൊക്കെ ഉണ്ട്. ഏതായാലും അങ്ങനെ അപ്പൊ 4th കഴിഞ്ഞു, 5th കഴിഞ്ഞു, ഏകദേശം 8ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അപ്പോഴും MBBS ഡോക്ടർ ആവാൻ തന്നെയായിരുന്നു താല്പര്യം. പിന്നെ 10 എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ 10th എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ 10th-ലാണ് നമുക്ക് ബോർഡ് എക്സാം വരുന്നത്. ഞാൻ CBSE ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബോർഡ് എക്സാം വരുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലോണം പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ എക്സാമിലും എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു. 10th അത്യാവശ്യം നല്ല പഠിക്കുന്ന സ്റ്റുഡന്റ് തന്നെയായിരുന്നു. എനിക്ക് ഫുൾ A1 ഉണ്ടായിരുന്നു. ഫുൾ A1 അല്ല, ഒരു A2 ഉണ്ടായിരുന്നു. ബാക്കി എല്ലാം A1 ആയിരുന്നു. A1 എന്നുള്ളത് A+ ആക്കിയിട്ട് കൂട്ടിയാൽ മതി. A2 എന്നുള്ളത് A ആക്കിയിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, അത് ചില ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോ ഒരു A ഒഴികെ ബാക്കിയെല്ലാം A+ ആയിരുന്നു. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോ ഈ 10th കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ എന്താ ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഗവൺമെന്റ് സ്കൂളിലോട്ടാണ് പോകുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ CBSE പഠിച്ച് മടുത്തു, ഇനി ഗവൺമെന്റിലോട്ട് പോകാം എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോ അന്നത്തെ ആ ടൈമിലൊക്കെ ഞാൻ എന്താ ചെയ്യുക, എന്റെ പാരന്റ്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ഒക്കെ ഇപ്പൊ ഈ നീറ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഇപ്പൊ ഉള്ള അത്ര കോമ്പറ്റീഷൻ ഒന്നും ഇല്ലെങ്കിലും ഏകദേശം 2-3 years മുന്നേ അല്ലേ. അപ്പൊ അത്യാവശ്യം കോമ്പറ്റീഷൻ അന്നും ഉണ്ടായിരുന്നു. ഏകദേശം 20+ lakhs സ്റ്റുഡൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോ ഇത്രയും ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും +1-ന്റെയും +2-ന്റെയും കൂടെ കോച്ചിങ് ചെയ്യണം. ചെയ്തവർക്കരെ കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തീരെ താല്പര്യമില്ല MBBS-നോട്. അന്ന് താല്പര്യമില്ല. 10th കഴിഞ്ഞിട്ട് എനിക്ക് MBBS-നോട് തീരെ താല്പര്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ, അവരൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ അവിടെ അടുത്തുള്ള സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. അപ്പൊ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. ഏകദേശം എനിക്ക് ഡേ സ്കോളർ ആയിട്ട് തന്നെ പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ പോയി. എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ ക്ലാസ്സിൽ നിന്ന് എടുക്കുന്നൊന്നും പഠിക്കില്ല. ഏറ്റവും ബാക്കിലായിരുന്നു ഞാൻ ബാക്കിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്കൽറ്റീസ് എടുക്കും. ഒരുപാട് 100+ സ്റ്റുഡൻസ് ഉണ്ട്. ഫാക്കൽറ്റീസ് എടുക്കും, ഞാൻ ബാക്കിൽ വെറുതെ ഇരിക്കും. ആ രീതിയിലായിരുന്നു. നോട്ടും ഒന്നുമില്ല, ടെക്സ്റ്റ് ഒന്നുമില്ല. ഓക്കെ, ആ രീതിയിൽ ഇങ്ങനെ പോവാണ്. അപ്പൊ ആ ടൈമില് പിന്നെ പേരൻസ് എല്ലാം പറഞ്ഞു ഏതായാലും താല്പര്യമല്ലല്ലോ, അപ്പൊ ഞാൻ പഠിക്കണില്ല. അവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും എന്നോട് പറയാൻ എന്താ പഠിക്കാത്തെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചീത്ത വഴക്ക് പറയാറൊക്കെ ഉണ്ട്. അപ്പൊ ആ ടൈമിൽ പാരന്റ്സ് എല്ലാം പറഞ്ഞു ഏതായാലും താല്പര്യമില്ലെങ്കിൽ പോകണ്ട. ഞാൻ പറഞ്ഞു +2 കഴിഞ്ഞിട്ട് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, അല്ലാതെ എനിക്ക് +1-ന്റെയും +2-ന്റെയും കൂടി വിത്ത് കോച്ചിങ് ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. കാര്യം നമുക്ക് എൻജോയ്മെന്റ് ഇല്ല, ഒന്നുമില്ല, ഫുൾ പഠിത്തമായിരിക്കും എന്നുള്ള ഇതുകൊണ്ട് ഞാൻ അവിടെ പോയില്ല. എന്റെ 2 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, 10th പഠിച്ച ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ, അപ്പൊ ഞാൻ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞ ഈ ഒരു ഇവിടുന്ന് പോരുന്ന ടൈമിൽ ഏകദേശം ഒരു 1 month ക്ലാസ് അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 1 month കൊണ്ട് എല്ലാ ഗവൺമെന്റ് സീറ്റുകളും, അതായത് സ്റ്റേറ്റ് സിലബസിലുള്ള എല്ലാ സീറ്റുകളും തീർന്നു. അപ്പൊ +1-നും +2-നും എനിക്ക് അലോട്ട്മെന്റിനൊന്നും പങ്കെടുക്കാൻ പറ്റില്ല, ഒരു സീറ്റും കിട്ടൂല. അപ്പൊ നമ്മൾ മാനേജ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അലോട്ട്മെന്റിൽ പങ്കെടുക്കണമല്ലോ, അതൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സീറ്റ് കിട്ടൂല. അപ്പോ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് CBSE, അപ്പൊ ഇനിയിപ്പോ ആ ഒരു ഓപ്ഷൻ CBSEക്ക് പോകാൻ തീരെ താല്പര്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ രണ്ടും കൽപ്പിച്ച് നേരെ ഞാൻ പഠിച്ച പഴയ സ്കൂളിൽ നോബിളിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നോബിൾ പബ്ലിക് സ്കൂൾ മഞ്ചേരി. അപ്പൊ ഞാൻ അവിടേക്ക് തന്നെ പോയി. അപ്പൊ അവിടെ പോയി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 month ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞാണ് കയറിയത്. അപ്പൊ ബേസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അവിടുത്തെ
ഫാക്കൽറ്റീസ് എടുക്കുന്ന എന്തൊക്കെ എടുക്കും. മാത്തമാറ്റിക്സ് അടിപൊളിയായിരുന്നു, എന്റെ ഒരു ഫേവറേറ്റ് സബ്ജക്ട് ആയിരുന്നു. അപ്പൊ അത് എടുക്കുന്ന മര്യാദയ്ക്ക് ഞാൻ പഠിക്കും. എന്റെ ഒരു ഫേവറേറ്റ് സബ്ജക്ട് ആയതുകൊണ്ട് എനിക്ക് നല്ല താല്പര്യമായിരുന്നു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനും. അപ്പൊ അതിന് എനിക്ക് നല്ല ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മാത്സ് അടിപൊളിയായിരുന്നു. +1 എനിക്ക് മാത്സ് ഫുൾ മാർക്ക് ആയിരുന്നു. ഓക്കെ, അതിന് നമ്മൾ ഉള്ളതുള്ള പോലെ പറയണല്ലോ. അപ്പോ അങ്ങനെയായിരുന്നു. അപ്പൊ കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് ബയോ ഒന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു +1 ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെ പാസ്സാവും നിങ്ങൾ വിചാരിക്കും. ലാസ്റ്റിലേക്കൊക്കെ എന്തൊക്കെ കാണാതെ പഠിക്കാം, കോൺസെപ്റ്റ് ഒന്നും അറിയില്ല, വെറുതെ കാണാതെ പഠിക്കാം, എന്തിലൊക്കെ എഴുതുക. നമുക്ക് ബോർഡ് എക്സാം ഇല്ല, ടീച്ചേഴ്സിന്റെ ആയിരിക്കും മാർക്ക് കിട്ടുന്നത്. അത്യാവശ്യം മാർക്ക് കിട്ടുന്നിട്ട് നമ്മൾ അങ്ങനെ പാസ്സായി പോയി. ഓക്കെ, എങ്ങനെയാലും +1 പാസ്സാവും, എല്ലാവരും പാസ്സാവും. പിന്നെ +2 ആണ് ബോർഡ് എക്സാം ഉള്ളത്. ഈ ബോർഡ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു +1 കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെക്കേഷൻ ഉണ്ടാവുമല്ലോ. ആ വെക്കേഷന്റെ ടൈമിലാണ് നമുക്ക് എന്ത് വന്നത്, കൊറോണ വന്നത് അല്ലെ. നമ്മളെ അത്രയും ആയിട്ടുള്ള ഈ കൊറോണന്റെ ആ കേസുകൾ കൂടി ലോക്ക്ഡൌൺ ഒക്കെ ആവുന്ന ടൈമാണത്. അപ്പോൾ നമുക്കൊന്നും അറിയില്ല, എന്താ സംഗതി, കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ എന്ത് ചെയ്തു, ഏകദേശം ഒരു 1 മന്ത് കൊറോണ അങ്ങനെ പോയി. പിന്നെ എല്ലാവർക്കും മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ക്ലാസ്സസ് ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്, സൂം മീറ്റിംഗിലായിരുന്നു, ഓൺലൈൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ നമ്മൾ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിലുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം ഫേസ് ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ് നമുക്ക് എന്താണെന്ന് തന്നെ അറിയില്ല. ബൈജൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് മുന്നേ തന്നെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിരുന്നു. പക്ഷെ നമുക്ക് എന്താണ് ഓൺലൈൻ ക്ലാസ്, എങ്ങനെ ഇത് കൊണ്ടുപോകണം. നമ്മൾ വിചാരം ഈ ഓൺലൈൻ ക്ലാസ് ഒരു മാസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ വീണ്ടും ക്ലാസ് എടുക്കുന്നതാണ് സ്കൂളിൽ എത്തിയിട്ട്. പക്ഷെ നമുക്ക് ഈ കൊറോണന്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, കാര്യം ഇത്രയും സീരിയസ് കേസാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ ഫുൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഓൺലൈൻ ക്ലാസ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സൊക്കെ മാക്സിമം എൻജോയ് ചെയ്ത ഒരാളാണ് ഞാൻ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ക്ലാസ് തുറന്നു വെച്ചിട്ട് വീഡിയോ ഓണാക്കാൻ പറയും. ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് ആണ്, ക്യാമറ കംപ്ലൈന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുങ്ങും. ക്ലാസ് ഒക്കെ ഓൺ ആക്കിയിട്ട് വോയിസ് ഒക്കെ കട്ടാക്കിയിട്ട് നമ്മളെ വേറെ പുറത്തു പോകും. ചിലപ്പോൾ ക്യാമറന്റെ അവിടെ എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കറോ എന്തെങ്കിലുമൊക്കെ ബ്ലാക്ക് സ്റ്റിക്കറോ കൊട്ടി വെച്ച് നമ്മൾ കാണുമല്ലോ, ക്യാമറ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞാൽ പോലെ. അങ്ങനെയൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് 3 ദിവസമൊക്കെ അങ്ങനെ ഓൺലൈൻ ക്ലാസ്സിന്റെ ഇടയിൽ ഞാൻ എന്താ പറയാ, ഒരു സ്റ്റുഡന്റിന്റെ പ്രോക്സി വിളിച്ചിട്ട് എനിക്ക് 3 ദിവസമൊക്കെ സസ്പെൻഷനെ കിട്ടിയിരുന്നു ഓൺലൈൻ ക്ലാസ്സിന്റെ ഇടയിൽ. അപ്പൊ അതൊക്കെ വേറെ കാര്യം. അങ്ങനെ ഓൺലൈൻ ക്ലാസ് പോയി. അപ്പൊ ആ ടൈമിൽ തന്നെയാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഞാൻ ബ്ലോഗൊക്കെ, നാട്ടിലൊക്കെ ബ്ലോഗൊക്കെ, ഇവിടെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ കുറച്ച് പേര് ഇവിടെ പുറത്ത് തന്നെ, നമ്മളിവിടെ ഒരു ഏരിയയിൽ തന്നെ അങ്ങാടിയിലോട്ടൊന്നും ഇറങ്ങാതെ ജസ്റ്റ് ഇവിടെ നമ്മൾ ചെറിയൊരു എന്താ പറയാ, ഈ നമ്മൾ ഏർമാടെന്നൊക്കെ പറയല്ലോ, ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അതിലൊക്കെ എൻജോയ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. ഓൺലൈൻ ക്ലാസ് ഒന്നും മര്യാദയ്ക്ക് കേൾക്കില്ല. കാര്യം ഓൺലൈൻ ക്ലാസ് ആരും കേൾക്കില്ല. നമ്മളെ ബാച്ചിൽ ഒരു സ്റ്റുഡന്റ് പോലും കേൾക്കില്ല. ഗേൾസ് കേൾക്കുന്നുണ്ടാവും, ബോയ്സ് ആരും കേൾക്കൂല. പിന്നെ ഏകദേശം ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ജനുവരി ഒക്കെ ആയപ്പോൾ +2, അതായത് എക്സാം ആവാനായി. ജനുവരി ഒക്കെ ആയപ്പോൾ തുറന്നു, മോഡലൊക്കെ തുടങ്ങി. മോഡൽ ഒന്നും അറിയില്ല, എന്താണ് എടുക്കുന്നത്, എന്താണ് എഴുതേണ്ടത് ഒന്നും അറിയില്ല. അപ്പൊ ആ ടൈമിൽ നമുക്കൊരു പേടി വന്നു. കാര്യം എക്സാം ആവാനായല്ലോ, +2 എക്സാം ആവാനായി, ഒരു പേടി വന്നു. അപ്പൊ പേടി വന്ന ടൈമിൽ നമ്മൾ ചെയ്ത മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിക്ടേഴ്സ് അല്ല, ഈ അന്ന് വിക്ടേഴ്സ് തന്നെ തോന്നുന്നില്ല, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അന്ന് ഈ സ്റ്റേറ്റ് സിലബസിൽ ഉള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ക്ലാസ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് നമ്മൾ എന്ത് ചെയ്തു, ഓൺലൈൻ ക്ലാസ് ആയിട്ട് കിട്ടും. അന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അന്ന് അത്ര പോപ്പുലർ അല്ല. ഇപ്പൊ ഒരുപാട് ഇതുണ്ടല്ലോ, ഇപ്പൊ സൈലം, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പോ ബ്രില്യന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അന്ന് അത്ര ഓൺലൈൻ ക്ലാസ് ഒന്നും അത്ര പോപ്പുലർ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വിക്ടേഴ്സ് ചാനലൊക്കെ എടുത്തിട്ട് ക്ലാസ് കേട്ട് നോട്ട് ഉണ്ടാക്കി, അങ്ങനെ നോട്ടൊക്കെ ഉണ്ടാക്കി ഒപ്പിച്ചുകൊണ്ട് പോയി. അങ്ങനെ കുഴപ്പമില്ലാത്ത, എനിക്കൊന്നും പാസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്കറിയാം പാസ്സാൻ 30 ഒക്കെ മാർക്ക് പോരാ, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഇത് ഏകദേശം 80-100 മാർക്കിൽ. അപ്പൊ അങ്ങനെ പാസ്സായും തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ ഒന്നും അറിയില്ല. കാരണം നമുക്ക് ഈ മാർക്ക് കിട്ടിയാൽ പോരല്ലോ, പാസ്സായാൽ മതിയില്ലല്ലോ. കാര്യം CBSE പഠിച്ചു ഒരുപാട് ഫീ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഫർദർ നമ്മളെ സ്റ്റഡീസിനോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് വേണം. നല്ല മാർക്ക് ഉണ്ടായിരുന്നു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകാന്നുണ്ടെങ്കിലും +2 നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ തരുള്ളൂ. അന്നത്തെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നല്ല മാർക്ക് ഉണ്ടായി തരും. എനിക്ക് അഡ്മിഷൻ തരില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം, അതിന്റെ എല്ലാ കാര്യങ്ങളും പറയാം. അപ്പൊ അങ്ങനെ ഞാൻ +2 ആ ടൈം ആയി. പിന്നെ നമുക്ക് മോഡൽ കഴിഞ്ഞ് കുറച്ചൊക്കെ പിന്നെ ലോക്ക്ഡൌൺ ആയി. അപ്പൊ അന്നത്തെ ഞങ്ങളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ എക്സാം ഒഴിവായി കിട്ടണം എന്നാണ്. ചില സ്റ്റുഡൻസിന് എക്സാം വേണമെന്നാണ്. കാര്യം എക്സാം ഉണ്ടായാലും എന്തെങ്കിലുമൊക്കെ പഠിക്കുള്ളൂ. എന്റെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എങ്ങനെയൊക്കെ ഒഴിവായി കിട്ടണം, പഠിച്ചാതെ രക്ഷപ്പെടാലോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ കരുതിയ പോലെ തന്നെ എക്സാം ഇല്ല. പിന്നെ അങ്ങനെ മാർക്ക് എന്തിന്റെ ബേസിലാണ് മാർക്ക് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയം. 10th ബേസിൽ, എനിക്ക് +1 ബേസിലാണോ അതോ 10th ബേസിലാണെന്ന് അറിയില്ല. അപ്പൊ 10th ബേസിലാണ് തോന്നുന്നുണ്ട്. 10th ബേസിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല മാർക്ക് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ എനിക്ക് മാർക്കില്ല, ആകെ ഒരു A+ മാത്രമാണ് ഉള്ളത്, തീരെ മാർക്കില്ല. അന്ന് ഞാൻ ഭയങ്കര പാനിക്കായി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്
എനിക്കിപ്പോ അതിന് മുന്നേ ഞാൻ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഏകദേശം 1.5 വർഷം വെറുതെ നടന്നു. ഈ ഒരു കൊറോണ കണ്ട് ഇങ്ങനെ വെറുതെ യൂട്യൂബിൽ വ്ളോഗൊക്കെ ഇട്ടിട്ട് വെറുതെ നടന്നു. അപ്പൊ അങ്ങനെ 1.5 വർഷം പോയതിന്റെ റിഗ്രറ്റ് നല്ലോണ്ട്. അപ്പോൾ ഇതിലൊക്കെ പഠിക്കണം. പിന്നെ എനിക്ക് MBBS താല്പര്യം വന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ കയറി. ബ്രില്യൻ്റിലാണ് അന്ന് കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പൈസ കൊടുത്ത് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് സ്കോളർഷിപ്പ് ഉണ്ട് അവിടെ. ഇപ്പൊ നമുക്ക് +2ന്റെ മാർക്കിന് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു അന്ന്. നീറ്റിന്റെ മാർക്കിലൊക്കെ ഉണ്ട്, പക്ഷെ നീറ്റ് എഴുതിയിട്ടില്ലല്ലോ. +2ന്റെ മാർക്കിൽ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് 10ന്റെ മാർക്ക്. അപ്പൊ ഞങ്ങൾ CBSE ആണ്. അപ്പൊ റിസൾട്ട് വരുന്നതിന് മുന്നേ ബാച്ച് തുടങ്ങി. അപ്പൊ 10ന്റെ മാർക്ക് സ്കോളർഷിപ്പ് തന്നു. അന്ന് ഭയങ്കര ഹാപ്പിയായിരുന്നു. 10ന്റെ മാർക്ക് സ്കോളർഷിപ്പ് തന്നു. 10th അത്യാവശ്യം മാർക്ക് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഏകദേശം കുറച്ചൊക്കെ പൈസ കുറഞ്ഞു കിട്ടി. ഏകദേശം 52,000 അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ അതൊക്കെ ഇപ്പൊ അത്രയൊന്നും വേണ്ട ഓൺലൈനിന്. അപ്പൊ അന്നൊക്കെ ആ ഒരു എമൗണ്ടിനാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് നല്ല, അതായത് അവിടെ കിട്ടി. പിന്നെ ഇങ്ങനെ കഴിഞ്ഞ് പിന്നെ +2ന്റെ മാർക്ക് വന്നപ്പോൾ തീരെ മാർക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കോളർഷിപ്പും കിട്ടില്ല. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചു അന്ന് 10ന്റെ സ്കോളർഷിപ്പ് കിട്ടിയത് ഭാഗ്യം, അല്ലെങ്കിൽ ഫുൾ പൈസ കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രിപ്പറേഷനൊക്കെ പറയാം. ആദ്യം പ്രിപ്പറേഷൻ പറയാം. അങ്ങനെ തുടക്കത്തിലൊക്കെ ഫിസിക്സിൽ ഡ്യുവൽ നാച്ചർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാരൻസ് കാണുന്നവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. ഡ്യുവൽ നാച്ചർ എന്ന് പറഞ്ഞാൽ 12th ചാപ്റ്ററാണ് ഡ്യുവൽ നാച്ചർ. അപ്പോൾ ഡ്യുവൽ നാച്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തു. ബയോളജിയിൽ എക്കോസിസ്റ്റം അല്ല, നമ്മളെ ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നൊക്കെ ഉള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. എനിക്ക് ചാപ്റ്ററിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ ചാപ്റ്റർ, ഈ കമൻസാലിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനങ്ങളുണ്ടല്ലോ, ആ ചാപ്റ്റർ. പിന്നെ കെമിസ്ട്രിയിൽ ഏതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു? മെറ്റലർജി എടുത്തിട്ടുണ്ട്. ഇപ്പൊ മെറ്റലർജി ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു 3 ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫിസിക്സിൽ ക്ലാസ് എടുക്കുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. എങ്ങനെ ക്ലാസ് കേൾക്കണം, എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകണം എന്നൊരു യാതൊരു ഐഡിയ ഇല്ല. ഇതിനൊരു മെയിൻ പ്രശ്നം നിങ്ങൾക്കറിയാം. അതായത് നമുക്കിതിപ്പോ ആരും പറഞ്ഞു തരാനില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇത്രയും കാലം നമ്മൾ എങ്ങനെ പഠിച്ചത്? ആ ഒരു മെത്തേഡ് വഴിയല്ല പഠിക്കേണ്ടത്. ഓക്കെ. പിന്നെ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബേസ് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 +2 ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ പഠിക്കാത്തൊരു സ്റ്റുഡന്റ് എങ്ങനെ മുന്നോട്ട് പോകണം, എന്തൊക്കെ പഠിക്കണം? അതായത് ബയോളജി ഓക്കെയാണ്, ബയോളജി ഒരു പ്രശ്നമില്ല. കാര്യം ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ബയോളജി തീരെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ കെമിസ്ട്രിയും ഫിസിക്സും അങ്ങനെയല്ല. ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്സ് ഒന്നും ഇങ്ങനെയല്ല. എൻ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ വേറെ രീതിയിലാണ് പഠിക്കുന്നത്. അതൊക്കെ എനിക്ക് പിന്നെ മനസ്സിലായത് ഒരു 6-7 മാസം കഴിഞ്ഞിട്ട്. അങ്ങനെ ഫസ്റ്റ് എക്സാം വന്നു. ഫസ്റ്റ് എക്സാമിൽ എനിക്ക് കിട്ടിയ മാർക്ക് എത്ര എനിക്കറിയോ? 700-ൽ 670 മാർക്ക്. അപ്പൊ ഞാൻ അന്ന് ആകെ ഇതായി. അതായത് ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ എങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ. റാങ്ക് വന്നപ്പോൾ 1200 റാങ്ക് വന്നു. ആകെ കുറച്ച് കുട്ടികളെ 2500 കുട്ടികളൊക്കെ എഴുതിയിട്ടുള്ളൂ. അന്ന് എനിക്ക് മനസ്സിലായി എക്സാം വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് 1 വേർഡ് തന്നു, ജസ്റ്റ് നമ്മൾ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ. ഫസ്റ്റ് എക്സാം അല്ലേ, ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. സോ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കാര്യം ഈ വീഡിയോ കാണുന്നത് നീറ്റ് ആസ്പിറൻസും ഒരുപാട് നീറ്റ് ആസ്പിറൻസും പാർസൽ ഡ്രോപ്പേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. ഇപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരു നീറ്റ് ക്രാക്ക് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർ ടെസ്റ്റുകൾ, അതായത് എക്സാമുകൾ സ്കിപ്പ് ചെയ്യാറില്ല അല്ലേ, സ്കിപ്പ് ചെയ്യാറില്ല. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഏത് ടെസ്റ്റ് സീരീസ് ആണ് വർക്ക് ആയിട്ടുള്ളത് എന്നൊക്കെ. അപ്പോൾ മെയിൻലി ഒരു സ്റ്റുഡൻറ്റ് ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലനുണ്ട്, ആകാശുണ്ട്, അതൊക്കെ ഏകദേശം 12K പ്ലസ് ഒക്കെ റുപ്പീസ് കൊടുത്തിട്ടായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. ഞാൻ ട്രൂത്ത് പറയട്ടെ, ശരിക്കും നല്ലൊരു ടെസ്റ്റ് സീരീസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ജെന്യൂൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, റീസൈക്കിൾ ചെയ്യാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടാൻ നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടണം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒരാൾ ഇമ്മീഡിയറ്റ്ലി കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ റീസൈക്കിൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറെ കാര്യം പറയാം. മെമോണിറ്റിന്റെ ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഈ ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ശരിക്കും ഈ 2024 ഏകദേശം ഈ ടെസ്റ്റ് സീരീസിനായിട്ട് ചോദിച്ചത് എത്രയാണ്? 92% ടെസ്റ്റ് സീരീസിന് ചോദിച്ചു. ഈ 2025 94% ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് പ്രൂഫും ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ആപ്പിൽ തന്നെ ഇവിടെ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്താൽ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ ടെസ്റ്റ് സീരീസിന്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം. ശരിക്കും ഈ എല്ലാ ക്വസ്റ്റ്യൻസും ഫ്രഷ്ലി പ്രിപ്പയർഡ് ആണ്. എന്താ പറയുക, മറ്റുള്ള ടെസ്റ്റ് സീരീസിന് കോപ്പി ചെയ്തോ ഇന്റർനെറ്റിൽ നിന്ന് കോപ്പി ചെയ്തോ ഒന്നുമല്ല. ഈ ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റഡ് ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് സ്ലോട്ട്സ് ആയിട്ട് കൊടുക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റിൽ ഗോയിങ് ഓൺ ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക വെച്ച് കഴിഞ്ഞാൽ 30 ടെസ്റ്റുകൾ ഉണ്ടാവും. ഇതാണ് ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസിന്റെ കാര്യങ്ങൾ. ആൾ ഇൻ വൺ ബ്രഹ്മസ്ത്ര ഓൺലൈൻ ടെസ്റ്റ് സീരീസിന്റെ പ്രീവിയസ് ഉള്ള ക്വസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 30 ടെസ്റ്റുകൾ കിട്ടും. 30 ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 20 പാർട്ട് ടെസ്റ്റും 10 ഫുൾ സിലബസ് ടെസ്റ്റുമാണ് കിട്ടുക. അപ്പോൾ ഈച്ച് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ലെയർ ആയിരിക്കും. ഈ 2025 സ്റ്റൈൽ ആയിരിക്കും, 1 ലൈനേഴ്സ് ആണ്. ഓക്കെ.
അപ്പോൾ ശരിക്കും ഫിസിക്സിനൊക്കെ സ്പെഷ്യൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, ടഫ് ന്യൂമറിക്കൽസ് കൊടുത്തിട്ടുണ്ട്, കോൺസെപ്റ്റ് ഇന്റഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഡിജിറ്റലായിട്ട് അതുപോലെ തന്നെ പ്രിന്റഡ് മെത്തേഡിലുണ്ട്. ശരിക്കും ഇത് നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു കാര്യം കാണിച്ചു തരാം. നമുക്ക് ചെക്ക് ഔട്ട് ദ ടെസ്റ്റ് സീരീസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇത് കൊടുത്തു. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പെൻ പേപ്പർ മെത്തേഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. നിങ്ങൾക്ക് മെമ്മോണിറ്റിന്റെ ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ OMR അപ്ലോഡ് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ, ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ, ഡൗൺലോഡ് OMR ഷീറ്റ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് സ്കോർ കാർഡും അതുപോലെ തന്നെ PDF സൊല്യൂഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഇൻസ്റ്റന്റ് ബുക്ക് ഉണ്ട്. ജസ്റ്റ് സബ്മിറ്റ് ദ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് OMR എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അറ്റ്ലാസ്റ്റ് കൺഫേം കൊടുക്കാൻ പറ്റും. അതൊക്കെ പോട്ടെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് മിസ്റ്റേക്ക് ബുക്ക് ഉണ്ട്. മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ അനലൈസ് ചെയ്യും നിങ്ങൾ വീക്ക് ഏരിയാസ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിട്ട് ഓക്കെ. അപ്പോൾ മിസ്റ്റേക്ക് ബുക്കിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അലന്റെയും അതുപോലെ തന്നെ ആകാശിന്റെയും ഈവൻ ബെറ്റർ ആയിട്ട് എനിക്ക് കിട്ടും. പക്ഷേ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാളും കുറവാണ്. അതിൽ 12,000 നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം വളരെ കുറവാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ 12th പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോർഡിന്റെ കൂടെ എന്തൊക്കെ ചെയ്യണം അതൊന്നും പ്രശ്നമാക്കേണ്ട. എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഓരോ ടെസ്റ്റുകളും ചെറുതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 to 2 ചാപ്റ്റേഴ്സ് ആണ് പെർ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ക്യൂമുലേറ്റീവ് ആയിട്ടുള്ള റിവിഷൻ പേപ്പേഴ്സും കിട്ടും. നിങ്ങൾക്ക് ഏത് ടൈമിൽ എഴുതാൻ പറ്റും, മൾട്ടിപ്പിൾ ടൈമിൽ എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ് മോസ്റ്റ് അക്സെപ്റ്റഡ് ടെസ്റ്റ് സീരീസ് ആയിട്ട് എടുക്കുന്നത്. കാര്യം ഒരുപാട് ക്വസ്റ്റൻസ് പ്രീവിയസ് ഇയറിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റൻസ് ആണ് ഇതിൽ തന്നെ ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ കൂപ്പൺ കോഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്കൗണ്ടുകൾ ഉണ്ടാവും. ഓക്കെ, കൂപ്പൺ കോഡ് ഷാഹിദ് 20 എന്നുള്ള കൂപ്പൺ കോഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്ര നല്ല പറയാനുള്ളൂ. സോ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ബൈ ഡൗൺ ഓപ്ഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ എത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. സോ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എക്സാം വന്നു. പിന്നെ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ എടുക്കൽ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ 12 ഞാനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വരെ 45 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അതും എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് പിന്നെയാണ് സൊല്യൂഷൻ നോക്കിയാൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല ഇതിന് പഠിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറെന്റ് മെത്തേഡ് വഴിയാണ് പഠിക്കല്. അപ്പൊ അത് എങ്ങനെ പഠിക്കണം? അപ്പൊ ഞാനിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് എനിക്ക്, അതായത് കുറച്ച് ഒപ്പം പഠിച്ച സ്റ്റുഡൻസ് ഒക്കെ എല്ലാം ഉണ്ട് നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നമ്മളെ ക്ലാസ് ടീച്ചേഴ്സ് വിളിക്കാൻ തുടങ്ങി. അതായത് മോഡൽ എക്സാമിന് പിന്നെ മാർക്ക് തന്നെയല്ല, അതായത് 70 100 മാർക്ക് 200 മാർക്കൊക്കെ കിട്ടുക. അപ്പൊ ടീച്ചേഴ്സ് വിളിക്കാൻ തുടങ്ങി, എന്താ മാർക്ക് ഇല്ലാത്തത്, എന്താണ്. പിന്നെ എക്സാം സ്കിപ്പ് ചെയ്യാൻ തുടങ്ങി മാർക്ക് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ എന്ത് ചെയ്തു, പിന്നെ അടുത്ത എക്സാമിലൊക്കെ നമുക്ക് ഒരു ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട്, അവര് ആൻസർ കീ ആണ് വിട്ടുതരും. അതായത് ആരെങ്കിലും എക്സാം ഫസ്റ്റ് തീർത്തിട്ട് പിന്നെ അതിന്റെ ആൻസർ കീ കിട്ടും. അപ്പൊ അത് വിട്ടുതരും, നമ്മളത് കുത്തും. എന്നാലും നമുക്ക് 400 മാർക്കൊക്കെ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ അതുകൊണ്ട് കാര്യമില്ല, നമുക്കൊരു ഒന്നുമില്ല, ജസ്റ്റ് ടീച്ചേഴ്സിനും പാരന്റ്സിനും ഒക്കെ സാറ്റിസ്ഫാക്ഷൻ സെറ്റാക്കുക എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ ഞാൻ ചെയ്തു. അതായത് അങ്ങനെ ഏകദേശം ഒരു 4-5 മാസം ഇതാകും. അപ്പൊ പിന്നെ നമുക്ക് റിഗ്രറ്റ് അടിച്ചു. 4-5 മാസമൊക്കെ വെറുതെ കളിയെന്ന് പറഞ്ഞില്ല. എത്രയും പൈസ കൊടുത്ത് പഠിക്കുകയാണ്, നീറ്റ് ക്രാക്ക് ചെയ്തില്ലെങ്കിൽ എന്തിനാ പിന്നെ വെറുതെ. ക്ലാസ്സസ് എല്ലാം കേൾക്കും, ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്യില്ല, ക്ലാസ്സസ് എല്ലാം മര്യാദയ്ക്ക് കേൾക്കും. പക്ഷെ എക്സാമിന് മാർക്കില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പറേഷന്റെ ലാക്ക് കൊണ്ടാണ്. എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എവിടുന്ന് പഠിക്കണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനൊക്കെ അന്ന് ചെയ്തിരുന്ന ബ്രില്യന്റ് തന്ന മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വർക്ക് ബുക്കൊക്കെ നല്ല ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ബിഗിനറിന് അത് ചെയ്യാൻ പറ്റണമെന്നില്ല. എന്റെ കേസ്, ഞാൻ സത്യമാണ് പറയുന്നത്, എന്റെ ഒരു കേസാണ് പറയുന്നത്, എനിക്ക് തോന്നിയ കാര്യങ്ങൾ. അപ്പൊ ബിഗിനറിന് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ഞാനെന്ത് ചെയ്തു, അത് എടുത്തു, അത് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു വേറെ മെറ്റീരിയൽസ് ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ആ മെറ്റീരിയലിനാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറയാം, പിന്നെ ഞാൻ ഒരു മാസം പിന്നെ അങ്ങനെ കൊറോണ ഒക്കെ കഴിഞ്ഞ് നമ്മളെ ഓഫ്ലൈൻ എക്സാം തുടങ്ങി. ഈ ഓഫ്ലൈൻ എക്സാം തുടങ്ങിയ ടൈമിലാണ് ഞാൻ ടീച്ചേഴ്സിനോട് വിളിച്ചു ചോദിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു, എനിക്ക് ഓഫ്ലൈനിൽ അഡ്മിഷൻ തരൂല, കാര്യം എനിക്ക് മാർക്കില്ലല്ലോ, +2 മാർക്കില്ലല്ലോ, പിന്നെ എനിക്ക് അഡ്മിഷൻ തരിക, വീക്ക്ലി എക്സാമിന് മാർക്കില്ല. ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുത്ത് പഠിക്കണല്ലേ, പിന്നെ എന്തെങ്കിലും അഡ്മിഷൻ തരൂല എന്നൊക്കെ എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, വെറുതെ പറയല്ല. അപ്പൊ എന്ത് ചെയ്തു, പിന്നെ ടീച്ചേഴ്സിനോട് അടുത്താണ് വിളിച്ചപ്പോൾ ടീച്ചർ ഓക്കെ റെഡിയാക്കി തന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഓഫ്ലൈനിൽ പോയി. ഓഫ്ലൈനിൽ പോകുന്നതിന്റെ ഒരാഴ്ചത്തെ മുന്നത്തെ കേസാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ്. അതായത് ഏതായാലും ഓഫ്ലൈനിൽ പോകുമല്ലോ, ഓഫ്ലൈനിൽ പോകുമ്പോൾ സെറ്റാക്കി പഠിക്കാന്നുള്ള ഇതിലായിരിക്കും, നമുക്കറിയില്ല. അങ്ങനെ ഒരാഴ്ച ഫുള്ള് കളി, ബുക്ക് എന്ന് പറഞ്ഞ സാധനം എടുക്കൂല. ഒരാഴ്ച കൊണ്ട് ഏകദേശം 21 to 22 ക്ലാസ് പെൻഡിങ് വന്നു എന്നുള്ളതാണ്. ഒരു ദിവസം 3 ക്ലാസ് ഉണ്ടെങ്കിൽ 21 ക്ലാസ് പെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എന്താ വെച്ചാൽ പെൻഡിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺഗോയിങ് ക്ലാസ് ഉണ്ടാവും, അതിന്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യണം. ഏകദേശം 150+ ക്ലാസ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, എന്നൊക്കെ പറയാം. പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ പോയപ്പോൾ ഫസ്റ്റ് ഞാൻ എത്തിയത്. കാര്യം ഫസ്റ്റ് എത്താനുള്ള കാരണം എന്താ, പെട്ടെന്ന് എത്തുക, പെട്ടെന്ന് പഠിത്തം തുടങ്ങി സെറ്റ് ആക്കുക, ഈ ഒരു രീതിയിലാണ് പോണത്. ഹോസ്റ്റലിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 10K ഒക്കെ ആയിരുന്നു ഫീ എന്ന് വന്നിട്ടുണ്ടായിരുന്നത്. 10K എനിക്ക് തോന്നുന്നു ഇൻക്ലൂഡിങ് തുടക്കത്തിൽ കുറച്ച് ചാർജ് അധികം കൊടുക്കണം തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ ഹോസ്റ്റലിൽ ക്ലാസ് തുടങ്ങി.
സോറി അങ്ങനെ ഹോസ്റ്റലിൽ കയറി. പിന്നെ 2-3 ദിവസം ആയപ്പോഴത്തേക്ക് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങി. അത്യാവശ്യം സ്റ്റുഡൻസ് ഒക്കെ വന്നു. എന്റെ ഫ്രണ്ട് വന്നു, ഞാൻ എന്റെ ഫ്രണ്ട് റൂമിലായിരുന്നു. ഫ്രണ്ട്സൊക്കെ ഒപ്പം റൂമിലുണ്ടാകുമ്പോൾ ഭയങ്കര ഇതായിരിക്കും, അതായത് സംസാരം കാര്യങ്ങളൊക്കെ. തുടക്കത്തെ ഒരാഴ്ചയൊക്കെ ഭയങ്കര പഠിത്തമായിരുന്നു. പിന്നെ വീക്കിലി എക്സാം കഴിഞ്ഞു, മാർക്ക് വന്നു. ഫസ്റ്റ് ലാസ്റ്റിൽ നിന്നിട്ട് ഫസ്റ്റ് ഞാനാ, അതായത് അടിയിൽ താഴെന്ന് മേലെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഞാനാ, അതായത് ലാസ്റ്റ് റാങ്ക് എനിക്ക്. അന്ന് എനിക്ക് മനസ്സിലായി ഇതെന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കൊണ്ട് പറ്റണല്ല എന്ന് മനസ്സിലായി. പിന്നെ ഇങ്ങനെ തോന്നി, എന്തിനാ വെറുതെ നീറ്റിന് പ്രിപ്പയർ ചെയ്യണം, എത്ര ജോലികളുണ്ട്, ഇതിലാരും എമൗണ്ട് കിട്ടുന്ന ജോലികൾ, പൈസ കിട്ടുന്ന ജോലികൾ, ഈ 2-3 വർഷമൊക്കെ വെറുതെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ടെൻഷനും ഇതൊക്കെ അടിച്ച് ഇരിക്കണമെന്ന് വരാന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനൊക്കെ തോന്നുന്നു, നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. അത് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നതാണ്. നീറ്റ് കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നൈബേഴ്സ് ഒക്കെ നമ്മൾ നീറ്റിന് വേണ്ടി പഠിക്കാൻ പോവാണെന്ന് പറയുമ്പോൾ, നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ അവരൊക്കെ വിചാരം ഇതിനെ കുറിച്ച് അറിയാത്തൊരു വിചാരം പറഞ്ഞാൽ ഡോക്ടറാകാൻ പോവാന്നുള്ളതൊക്കെയാണ് ചില ആളുകളുടെ വിചാരം. പിന്നെ അത് കിട്ടില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എവിടേക്കൊക്കെ പോകുമ്പോൾ ഡോക്ടർ എന്നായിരിക്കും വിളിക്കുന്നത്. നമ്മൾ കിട്ടില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഭയങ്കര നീറ്റ് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഈ നാട്ടിലൊക്കെ വരുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എവിടെയാണെന്നുള്ളതൊക്കെ. ഓക്കെ, അങ്ങനെ നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് നടപടിയാണില്ല. അതായത് ഒന്നും മനസ്സിലാവില്ല. ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ ഇരുന്ന് ഏകദേശം 2 വർഷം ഓൺലൈനിൽ ഇരുന്ന് പിന്നെ ഓഫ്ലൈനിലോട്ട് പോകുമ്പോൾ ഒരു സാധനവും മനസ്സിലാവുന്നില്ല. വെറുതെ എന്തൊക്കെയാ ടീച്ചേഴ്സ് എടുക്കുക, ഞങ്ങൾ ജസ്റ്റ് ആയിക്കോട്ടെ ഞാൻ നടന്ന് കളിച്ച് നടക്കുക. ഇതന്നെ ഒരു മാസം പോയത്. 1 മാസം പോയി. പിന്നെ നേരെ ഹോസ്റ്റലിൽ വന്നു, പേരൻസിനെ വിളിച്ചു, ഇവിടെ നിൽക്കാൻ പറ്റൂല, എനിക്ക് അങ്ങനെയാണ് ഓരോ നുണ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മള് നേരെ വീട്ടിലോട്ട് തന്നെ പോകും. അങ്ങനെ 1 മാസം. അത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടാണ് നാട്ടിലോട്ട് പോകുന്നത്. ഇന്ന് ആ ഫ്രണ്ട് ഞാനും ആ ഫ്രണ്ട് ഇപ്പൊ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട്, 2 പേരും. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ അതിന്റെ കാര്യങ്ങൾ പറയാം. അപ്പൊ നമ്മൾ അന്ന് എടുത്ത ഡിസിഷനാണ് ഏറ്റവും വലിയ ഡിസിഷൻ എന്ന് പറയാൻ എനിക്ക് തോന്നി. നേരെ ഓൺലൈനിലോട്ട് പോകുമ്പോൾ പൈസയും കുറയും. എന്താ പറയാ, നമുക്ക് അന്ന് എനിക്ക് മനസ്സിലായി ഓൺലൈനിൽ പോന്നു കഴിഞ്ഞാൽ ഒറ്റക്ക് സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കാം. പിന്നെ നമുക്ക് ഓഫ്ലൈനിൽ മനസ്സിലാവുന്നില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള ഞങ്ങൾ ഫേസ് ചെയ്ത മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം നമ്മൾ എന്ത് ചെയ്തു, ഓഫ്ലൈനിൽ പോയി. 1 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 30 ഡേയ്സാണ്. 30 × 3 എത്ര, 90 ക്ലാസ് എനിക്ക് പെൻഡിങ് വന്നു എന്നുള്ളതാണ്. 90 ക്ലാസ് പെൻഡിങ് വന്നു. 90 അല്ല, 90 + 21. നമ്മൾ പോകുന്നതിന്റെ ഒരാഴ്ച മുന്നേ ഗ്യാപ്പ്. ഏകദേശം ടോട്ടൽ ഒരു 150 ക്ലാസ് വരെ എനിക്ക് പെൻഡിങ് വന്നിട്ടുണ്ട്. ഈ 150 ക്ലാസ് തീർക്കണം, അതിന്റെ കൂടെ ഓൺഗോയിങ് തീർക്കണം. ഭയങ്കര ഹെക്ടിക് ഷെഡ്യൂൾ ഞാൻ തന്നെ ഇട്ടു. കാര്യം പഠിക്കണം. അതായത് പിന്നെ ഞാൻ മര്യാദയ്ക്ക് പഠിക്കാൻ തുടങ്ങി. പിന്നെ എനിക്കൊരു ഐഡിയ കിട്ടി. എപ്പോഴാണ് ഐഡിയ കിട്ടിയെന്ന് പറയാം. ഞാൻ ഇങ്ങനെ പെൻഡിങ് ക്ലാസ് ഒക്കെ തീർത്ത് വരുമ്പോൾ ഒരു ദിവസം 4, 5, 6 ക്ലാസ് വരെ കേട്ടിട്ടുണ്ട്. 2x ഒക്കെ ഇട്ടിട്ടാണ് കേൾക്കുക. ഞാൻ റൊട്ടേഷൻ മോഷൻ എന്നുള്ള ക്ലാസ് അന്ന് ജെയ്സൺ സാറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സാറിന്റെ ഞാൻ പ്രൊമോട്ട് ചെയ്യാനൊന്നും പറയില്ല, ഞാൻ എനിക്ക് തോന്നിയ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സാർ എടുക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കേസായിട്ട് എടുത്തു പോവാ. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി, ഇതുപോലത്തെ ക്ലാസ് കേൾക്കുമ്പോഴാണ് എനിക്ക് കോൺസെപ്റ്റ് ഒന്നും കൂടി മനസ്സിലാവുന്നത്. കാര്യം സാർ എടുക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ കേസ് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ മറ്റു ചില ഫാക്കൽറ്റീസ്, ചില ഫാക്കൽറ്റീസ് ജസ്റ്റ് തിയറി പറഞ്ഞിട്ട് അവരുടെ ക്ലാസ് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ സാറ് ഇന്റെ ടൈപ്പ് ഓഫ് പ്രസന്റേഷനും ടൈപ്പ് ഓഫ് ടീച്ചിങ്ങും എനിക്ക് നല്ലോണം അട്രാക്റ്റ് ആണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, അവർ തരുന്ന ക്ലാസ് മാത്രം, ആ ഇയർത്തെ ക്ലാസ് മാത്രം കേട്ട് അത് മാത്രം സ്ട്രിക്റ്റ് ആയിട്ട് അത് മാത്രമേ കേൾക്കുള്ളൂ നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോൺസെപ്റ്റ് ലാഗ് ചെയ്യും. അതായത് നമുക്ക് പറ്റിയ കോൺസെപ്റ്റ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടൂല. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, സാറിന്റെ ക്ലാസ് ഓക്കെ. അപ്പൊ സാറിന്റെ ക്ലാസ്സും എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു, അവരുടെ ക്ലാസ്സസ് ഒക്കെ ഞാൻ 2 ആപ്പ് ഉണ്ടായിരുന്നു ബിർളയിൽ. അപ്പൊ ആപ്പിലൊക്കെ നോക്കിയിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ഈ സാറിനെ ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 5-6 ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു ഫിസിക്സിൽ. അപ്പൊ അവരുടെ ക്ലാസ് മാത്രം ഞാൻ എന്ത് ചെയ്തു, ഷഫിൾ ചെയ്തിട്ട് കേൾക്കാൻ തുടങ്ങി, ഫിൽട്ടർ ചെയ്തിട്ട് കേൾക്കാൻ തുടങ്ങി. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി, ഓക്കെ സെറ്റാണ്. അപ്പൊ അങ്ങനെ എല്ലാ ക്ലാസ്സും കേൾക്കാൻ പറ്റില്ല, ഇനി വരുന്ന ക്ലാസ്സെല്ലാം അങ്ങനെ കേട്ടു. അപ്പൊ അങ്ങനെ എടുക്കുന്ന ക്ലാസ് എല്ലാം കോൺസെപ്റ്റ് എനിക്ക് ഇത്രയും കാലം ഒരു 10% കോൺസെപ്റ്റേ കിട്ടിയുള്ളെങ്കിലും ഒരു 50% കോൺസെപ്റ്റ് കിട്ടി. 100% കിട്ടിയെന്ന് ഒരിക്കലും ഞാൻ പറയൂല, കാര്യം ഞാൻ ബിഗിനറാണ്, +2 ബേസില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഓക്കെ. ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു എന്താ പറയാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോബ്ലം ചെയ്തപ്പോൾ ക്വസ്റ്റ്യൻസ് സാധാരണ എനിക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ആൻസർ കിട്ടാറില്ല. പക്ഷെ ഈ ടൈമിൽ ഞാൻ പ്രോബ്ലം ചെയ്ത ടൈമിൽ എനിക്ക് ആൻസർ കിട്ടി എന്നുള്ളതാണ് ജെയ്സൺ സാറെ ക്ലാസ് കേട്ടിട്ട്. അതെനിക്ക് മനസ്സിലായി, ഇങ്ങനെയാണ്, ഈ ഒരു ടൈപ്പിലൂടെയാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു,
വൺ ഡയമെൻഷൻ മോഷനൊക്കെ യൂണിറ്റ് മെഷർമെന്റ് ഒക്കെ കേട്ട ക്ലാസ് ഉണ്ടല്ലോ വീണ്ടും കേൾക്കാൻ തുടങ്ങി 2x. നോട്ട് ആൾറെഡി ഞാൻ എഴുതിയ നോട്ട് ഉണ്ട്, അത് വെച്ചിട്ട് കേട്ട ക്ലാസ് വീണ്ടും കേട്ടു. അപ്പൊ തന്നെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. അത് ഞാൻ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് ഞാൻ വരുത്തുന്ന 2 തെറ്റുകൾ എനിക്ക് മനസ്സിലായി. അതായത് ഞാനൊക്കെ തുടക്കത്തിൽ പ്രിപ്പയർ ചെയ്ത ടൈമിൽ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നോട്ട് ഇങ്ങനെ ഷഫിൾ എഴുതി പോലാണ്, അപ്പൊ പോസ് ചെയ്യില്ല. ഇത് ഞാൻ എന്ത് ചെയ്തു, അപ്പൊ എന്ത് ചെയ്തു, കുറച്ച് കോൺസെപ്റ്റ് മിസ് ആയത് കൊണ്ടാണ് എനിക്ക് പ്രോബ്ലം ചെയ്ത് കിട്ടാത്തത് എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായോ. പിന്നെ ഞാനിപ്പോ ഈ ഒരു 2x കേട്ടു എന്ന് പറഞ്ഞില്ല. അപ്പൊ നമുക്ക് പോസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നോട്ട് കയ്യിലുണ്ട്, എഴുതിയ ലെക്ചർ നോട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് നോക്കിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ക്വസ്റ്റ്യന്റെ സമയത്ത് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ആൻസർ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ക്ലാസ്സും ഒരു തവണയും കൂടി കേൾക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും സെറ്റാക്കാന്ന് മനസ്സിലായി. അങ്ങനെ പറ്റുന്ന എല്ലാ ക്ലാസ്സും ഞാൻ 2, 3, 4 തവണ വരെ കേട്ടിട്ടുണ്ട്. അന്ന് എനിക്ക് കുറച്ചും കൂടി അധികം ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. നീറ്റ് കുറച്ച് ഡിലേ ആക്കിയിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മോഡൽ എക്സാം വന്നു. മോഡൽ എക്സാമിന്റെ ടൈമിലൊക്കെ തന്നെ പരിപാടി ക്ലാസ് കേൾക്കുക, ടീച്ചേഴ്സ് ചെയ്യിപ്പിക്കുന്ന ക്ലാസ് ബോർഡിൽ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്നത് മാത്രം ചെയ്ത് പോവുക. അങ്ങനെ ഏകദേശം ഒരു 200 തുടക്കത്തിൽ 200 മാർക്ക്, ഫിസിക്സിൽ 0 മാർക്ക് ഒക്കെ തുടക്കത്തിൽ കിട്ടിയിട്ട് അങ്ങനെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. 200 മാർക്കിന് 300 350 മാർക്കുമ്പോൾ സ്റ്റക്കായി. കുറെ ഒരു ഏകദേശം 1 to 2 മന്ത് 350 മാർക്കുമ്പോൾ സ്റ്റക്കായി എന്നുള്ളതാണ്. 400 മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. എനിക്ക് അത്രയും ഹൈ സ്കോർ എന്റെ 400 കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാര്യം 400 കിട്ടിയല്ലോ, അത്രയും ഇമ്പ്രൂവ് ആയല്ലോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബയോളജിയിലൊക്കെ നല്ല കുറേ നെഗറ്റീവ് അടിക്കും. അങ്ങനെ പഠിച്ച് പിന്നെ ലാസ്റ്റ് ഫുൾ ടോപ്പിക് വന്നപ്പോൾ എനിക്ക് 400 കിട്ടി. 400 സ്റ്റേബിളായി. കാര്യം ഫുൾ ടോപ്പിക് ആകുമ്പോൾ നമുക്ക് എല്ലാത്തിലും കൂടി നമുക്ക് വരുമ്പോൾ ഫസ്റ്റ് 2-3 എക്സാം മാർക്ക് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് മാർക്ക് കൂടി വരും. അതിന് 400 സ്റ്റേബിളായി. അപ്പൊ ഈ 400 പിന്നെ ഇങ്ങനെ ഫുൾ ടോപ്പിക് ഒരുപാട് എക്സാം എഴുതി. സ്വന്തമായിട്ടും ഞാൻ പേപ്പർ വെച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എഴുതി ഒരു 450 മാർക്കായി. ഞാനത് ഇൻഡിവിജ്വൽ ചാപ്റ്റർ പഠിക്കുന്നത് നിർത്തി. പിന്നെ എക്സാം രീതിയിൽ പഠിച്ചാൽ തുടങ്ങി. ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോകുന്ന ആ കാര്യം മാത്രം പഠിച്ചു പോവുക. മനസ്സിലായോ? അന്നൊന്നും എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല നീറ്റ് കിട്ടുന്നുള്ളത്. അപ്പൊ അങ്ങനെ 450 എനിക്ക് തോന്നുന്നു. പിന്നെ ലാസ്റ്റ് നീറ്റിന് ഒരാഴ്ച മുന്നേ ഒരു എക്സാം നടത്തി. അന്ന് 517 മാർക്ക് കിട്ടി. ഹൈ സ്കോറാണ് എന്റെ. നീറ്റിന് പോയി ഒരു ടെൻഷനും ഇല്ല. കാര്യം 50+ എക്സാംസ് ഞാൻ ലാസ്റ്റ് 2 മന്ത് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു ടെൻഷനും ഇല്ല. കാര്യം എന്താ, നീറ്റ് കിട്ടില്ലെന്ന് അത്രയും ഉറപ്പാണ്. കാര്യം നീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പാണ്. നീറ്റ് കിട്ടും. നമുക്ക് അങ്ങനെ ഫുൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടാവുള്ളൂ. ഇതെന്താ വെച്ചാല് ഫുൾ പഠിച്ചിട്ട് നല്ലോണം പഠിച്ചവർക്കും തീരെ പഠിക്കാത്തവർക്ക് ടെൻഷൻ ഉണ്ടാവുള്ളൂ. ഒരു മിഡിൽ പഠിച്ച ടെൻഷൻ ഉണ്ടാവില്ല. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ എനിക്ക് ടെൻഷനില്ല. കാര്യം നീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പാണ്. ഇപ്പൊ അന്ന് എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു 500 മാർക്ക് വേണം. 500 മാർക്ക്. കാര്യം നിങ്ങൾക്ക് 500 മാർക്ക് ഒരു തവണയൊക്കെ കയറിയിട്ടുള്ളൂ. അപ്പോൾ 500 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എല്ലാ കേരളത്തിലുള്ള എല്ലാ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലും എനിക്ക് ഫ്രീ ആണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 500 മാർക്ക് കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചിട്ട് പോയി. എക്സാം ഹാളിലോട്ട് പോയി. നോർമൽ ഞാൻ എങ്ങനെയാണ് എക്സാം എഴുതല്, ഒരു ടെൻഷനും ഇല്ലാതെ സെറ്റാക്കി എക്സാം എഴുതി പോന്നു. 505 മാർക്ക് ആ വർഷം എനിക്ക് നേടാൻ പറ്റിയെന്നുള്ളതാണ്. 505 മാർക്ക്. പേരൻസ് ഒക്കെ അൺഹാപ്പി ആയിരിക്കും, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. കാര്യം എനിക്ക് 505 മാർക്കാണ്. ഒരു പൈസക്കും ചെലവില്ലാതെ വിത്ത് മെറ്റീരിയലോട് കൂടി എനിക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. നേരെ എന്ത് ചെയ്തു, ബ്രില്യനിൽ അഡ്മിഷൻ എടുത്തു. എനിക്ക് ബുക്കൊക്കെ വന്നു. അടുത്ത ഒരു മാസം ഗ്യാപ്പ് എടുത്തു. ഫ്രണ്ട്സിന്റെ കൂടെ ഫുട്ബോളൊക്കെ കളിച്ചിട്ട് ഒരു മാസം 4-5 ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങി. അതിന് മുന്നൊക്കെ പഠിത്തം തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല ചില ഫ്രണ്ട്സിനൊന്നും. അപ്പൊ ഈ ഒരു ഞാൻ എന്റെ റീറിപ്പീറ്റ് ടൈമാണ് ഞാൻ പറയുന്നത്. ആ ടൈമിൽ ഞാൻ കുറെ മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പറയാം. വളരെ വലിയ മോട്ടിവേഷൻ വീഡിയോ തന്നെ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പൊ അന്ന് ഞാൻ ഒരു മാസം ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചു. അങ്ങനെ ഫുട്ബോളൊക്കെ കളിച്ച് ഫുൾ സെറ്റാക്കി ഞാൻ വീണ്ടും വീട്ടിലുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. ആ പ്രിപ്പറേഷനിൽ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. മൊബൈൽ ഫോൺ കംപ്ലീറ്റ്ലി സ്വിച്ച് ഓഫ് ചെയ്ത് ഷെൽഫിൽ ലോക്ക് ചെയ്ത് വെച്ചു താഴെ. അന്ന് എന്റെ പാരന്റ്സിന്റെ ഷെൽഫിൽ എന്റെ മേലെന്നാണ് പഠിച്ചിട്ടുണ്ട്. എനിക്ക് കസ്റ്റമൈസ്ഡ് ടാബ് ഉണ്ടായിരുന്നു ബ്രില്യന്റിന്റെ ക്ലാസ് ഉണ്ട് എന്റെ കയ്യില്. ഞാൻ അന്ന് ഫ്രീ ആണല്ലോ, അപ്പൊ സൈലത്തിലും അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. സൈലത്തിന് ബുക്കൊക്കെ വന്നു. അപ്പൊ എനിക്ക് മൾട്ടിപ്പിൾ റിസോഴ്സസും മൾട്ടിപ്പിൾ ക്ലാസ്സസും മൾട്ടിപ്പിൾ ബുക്സും എല്ലാം എനിക്ക് അവൈലബിൾ ആണ്. അപ്പോ ഇവിടെ നമ്മളൊരു ഡിസിഷൻ എടുക്കണം. അതായത് നമുക്ക് എനിക്കറിയാം എങ്ങനെ പഠിക്കണം, എന്തൊക്കെ ചെയ്താലും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നന്നായിട്ടുള്ള ഒരു ധാരണയുണ്ട്. കാര്യം 1 year അത്രയും കഷ്ടപ്പെട്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറെ മണ്ടത്തരങ്ങൾ ചെയ്തു. ഇതൊന്നും റിപ്പീറ്റ് ടൈമിൽ വരുത്താൻ പാടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ടൈമിൽ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഷെഡ്യൂൾ ഫോളോ ചെയ്യാം. ക്ലാസ് നമുക്ക് ഇഷ്ടമുള്ളത് കേൾക്കാം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഷെഡ്യൂൾ ഫോളോ ചെയ്യാം. ക്ലാസ് നമുക്ക് ഇഷ്ടമുള്ളത് കേൾക്കാം. എനിക്ക് അനന്തസാര ക്ലാസ് ഒക്കെ നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു.
അനന്തു സാറെ ക്ലാസ് സൈലത്തിൽ എടുക്കുന്നുണ്ടോ ആ ക്ലാസ് മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ വേറെ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ക്ലാസ് നല്ല കേൾക്കും. കാര്യം അനന്തു സാറെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേസ് ആയിട്ടാണ് സാർ പറയാ. കാര്യം അത്രയും കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്ലാസ്. നീറ്റ് ക്രാക്ക് ചെയ്ത ഒരാളാണല്ലോ, അപ്പൊ മൂപ്പർക്ക് അറിയാം എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ ബ്രില്യന്റിന്റെ ക്ലാസ് ഷെഡ്യൂൾ ഫോളോ ചെയ്യും, സൈലത്തിന്റെ ക്ലാസ് കേൾക്കും, ബ്രില്യന്റിന്റെ ക്ലാസ് കേൾക്കും. ചിലപ്പോൾ ബ്രില്യന്റിന്റെ ക്ലാസ് ആയിരിക്കും അധികം കേൾക്കുന്നത്, ചിലപ്പോൾ ചില വീക്കിൽ സൈലത്തിന്റെ ക്ലാസ് ആയിരിക്കും കേൾക്കുന്നത്. ആ രീതിയിൽ പോകും. അപ്പോൾ 2 ടീച്ചേഴ്സ് എന്നെ വിളിക്കും, സൈലത്തിന്റെ ടീച്ചേഴ്സും വിളിക്കും, ബ്രില്യന്റിന്റെ ടീച്ചേഴ്സും വിളിക്കും. അപ്പൊ 2 പേർക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ആക്കും. എപ്പോഴും എടുക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പഠിച്ചു. ഫസ്റ്റ് എക്സാം എല്ലാ എക്സാമിലും എനിക്ക് മെജോറിറ്റി ഓഫ് എക്സാമിനും 600+ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതിന്റെ കാര്യം എന്താ, ഞാൻ തന്നെ ഓരോ കാര്യങ്ങളും പഠിച്ചെടുത്തു, മനസ്സിലാക്കി. നോട്ട്, പിന്നെ വേറൊരു കാര്യം, നോട്ട് ഉണ്ടായിരുന്നു ആദ്യം ഫസ്റ്റ് അറ്റംപ്റ്റില്, വീണ്ടും നോട്ട് ഉണ്ടാക്കി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പുതിയ ഫാക്കൽറ്റീസ് ആണ് ക്ലാസ് എടുക്കുക. പഴയ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്, പുതിയ ഫാക്കൽറ്റീസ് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പുതിയ നോട്ട് ചെയ്താൽ, ഞാൻ ആ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ്. പിന്നെ സൈലത്തിന്റെ മൈൻഡ് മാപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. മൈൻഡ് മാപ്പ് ഒക്കെ സെറ്റാണ്, ഞാനത് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഞാനത് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞാൻ പഠിച്ചു. എക്സാമിലൊക്കെ പോകുന്നതിന് മുന്നേ മൈൻഡ് മാപ്പ് ഒക്കെ, കാര്യം ഈ പി ബ്ലോക്ക് ഒക്കെ വലിയ ചാപ്റ്റർ ആകുമ്പോൾ അതൊക്കെ മൈൻഡ് മാപ്പ് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫിസിക്സിനൊക്കെ ഞാൻ എന്റെ നോട്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു, ജെന്യൂൻ ആയിട്ട് പറയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ കഴിഞ്ഞു. മോഡൽ എക്സാം ഒക്കെ നല്ല മാർക്ക് ഉണ്ടായി. ഒരു തവണ ഫസ്റ്റ് റാങ്ക് വന്നു. ഞാൻ ബ്രില്യന്റിന്റെ എക്സാമിൽ ഒരു തവണ ഫസ്റ്റ് റാങ്ക് വന്നു. ഈ ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഹാപ്പി ആയിരുന്നു. അതിന്റെ ഒരു ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് റാങ്ക് വന്നു. ഈ ഫസ്റ്റ് റാങ്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇതായിരുന്നു. കാര്യം ഈ ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ഫസ്റ്റ് റാങ്ക് വന്ന സ്റ്റുഡൻസിനൊക്കെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, കാര്യം ഫസ്റ്റ് റാങ്ക് വന്നല്ലോ, ഇനിയിപ്പോൾ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, അങ്ങനെ തോന്നി. പിന്നെ ഫസ്റ്റ് റാങ്ക് വന്നിട്ട് ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു, അവർക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പറയാം, അങ്ങനെ നമ്മളിങ്ങനെ പ്രിപ്പറേഷൻ തുടങ്ങി. അങ്ങനെ കിട്ടുന്ന എല്ലാ മോഡലാകുമ്പോൾ കിട്ടുന്ന എല്ലാ ഓഫ്ലൈൻ എക്സാമും ഞാൻ പെരുന്തൽമണ്ണ പ്രസന്റേഷനിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. സൈലത്തിന്റെയും ബ്രില്യന്റിന്റെയും അവിടെ തന്നെയായിരുന്നു. ഞാൻ ബ്രില്യന്റിന്റെ എക്സാം എഴുതും, പിന്നെ സൈലത്തിനൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ എഴുതി. അങ്ങനെ ചില എക്സാമിന് മാർക്ക് കുറയും, നല്ല ടഫുള്ള എക്സാമിലൊക്കെ ആണെങ്കിൽ 500. എന്റെ ലോ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 530, 540 ഒക്കെ ആയിരുന്നു. ഓക്കെ, ബാക്കിയുള്ള എല്ലാത്തിലും 600+ ഉണ്ടായിരുന്നു. ജെന്യൂൻ ആയിട്ട് പറയണം, 600+ ഉണ്ടായിരുന്നു. നല്ല ഹാപ്പിയാണ്. 600+ ഉണ്ടല്ലോ, നല്ല സ്കോറാണ്. ടീച്ചേഴ്സൊക്കെ വിളിച്ച് പറയും. പക്ഷെ എന്റെ അന്നത്തെ എന്റെ ഒരു മെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നല്ല മെന്ററൊന്നും അല്ല. ഞാൻ ജെന്യൂൻ ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ സാർ വിളിക്കും, പക്ഷെ നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും സാർ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്റെ കാര്യങ്ങൾ ചെയ്തു പോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മെന്റർ സപ്പോർട്ട് റിപ്പീറ്റ് ടൈമിലാണ് സെറ്റ്. റിപ്പീറ്റ് ടൈമിൽ മെന്റർ സപ്പോർട്ട് കുറവായിരുന്നു. ഓക്കെ, ഇത് ഞാൻ ജെന്യൂൻ ആയിട്ട് പറയാണ്. അപ്പൊ ആ ടൈമിൽ സെറ്റപ്പായി ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ റിപ്പീറ്റ് കഴിഞ്ഞു, റിപ്പീറ്റ് ടൈമിൽ എക്സാം മോഡലായി, നല്ല മാർക്ക് കിട്ടി. പിന്നെ നീറ്റിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും MBBSലൊക്കെ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാം ആവുന്ന ടൈമിൽ നമുക്ക് മടുപ്പ് കൂടാം. സാധാരണ എക്സാം ആകുമ്പോഴല്ല എല്ലാവരും സെറ്റാക്കി പഠിച്ചത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, എക്സാം ആകുമ്പോൾ പഠിത്തം കുറവായിരിക്കും. അങ്ങനെ നീറ്റ് അടക്കാൻ നിൽക്കുന്ന നേരത്ത് ഏകദേശം 1 month ഒക്കെ ആകുമ്പോൾ ഞാൻ വളരെ ശോകം പ്രിപ്പറേഷൻ ആയിരുന്നു. അങ്ങനെ ഒരു മടുത്തു. കാര്യം അത്രയും ഇത് ഇയേഴ്സ് പഠിച്ചതല്ലേ. അങ്ങനെ ഏകദേശം ലാസ്റ്റ് 1 week ആയപ്പോൾ ഫുൾ ബയോളജി ചാപ്റ്റർ റീഡ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ 1 week കൊണ്ടൊന്നും തീർന്നിരുന്നത്. ഞാൻ കുറച്ച് ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്തു. ജസ്റ്റ് ഇങ്ങനെ ഓവറോൾ ഐഡിയ ഉണ്ടാക്കിയിട്ടാണ് നീറ്റ് എക്സാം ഹാളിലോട്ട് പോയത്. കാര്യം അത്ര എക്സാം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഒരുപാട് എക്സാം എഴുതി എന്നുള്ളത്. കാര്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എക്സാം ഹാളിലോട്ട് പോയപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഞാൻ 1 month ആയിട്ട് ഫിസിക്സ് ഇൻഡിവിജ്വൽ ചാപ്റ്റർ പഠിച്ചിട്ടില്ല, ഫുൾ എക്സാം ആയിരുന്നു. പിന്നെ ഞാൻ റിവൈസ് ചെയ്യുന്നത് ഇന്ന് നീറ്റ് എക്സാം ആണെങ്കിൽ ഇന്ന് രാവിലെയാണ് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത്. അത് ഇപ്പോഴും MBBSൽ അങ്ങനെ തന്നെയാണ്. അതെന്താന്ന് എനിക്കറിയില്ല, എന്റെ ഒരു പ്രശ്നമാണ്. അത് മര്യാദയ്ക്ക് അങ്ങനെ ഒരു ഒപ്പിച്ചു കാണ്ടുള്ള ഒരു പഠിത്തമുണ്ടല്ലോ. അതായത് എനിക്ക് തോന്നുന്നു എല്ലാം അറിഞ്ഞതുകൊണ്ടായിരിക്കാം ഇത് വരുന്നത്. എനിക്ക് ഏകദേശം എല്ലാം അറിയാം, അതുകൊണ്ട് പിന്നെയും ഇങ്ങനെ വായിക്കാറ് മടികൊണ്ടായിരിക്കാം. ഏതായാലും അങ്ങനെ പോയി. ഞാൻ അങ്ങനെ എക്സാം എഴുതാൻ പോയി. എക്സാം ഹാളിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കാലൊക്കെ കുഴയാന്ന് പറയുമല്ലോ, അതേപോലെ നടക്കാൻ കഴിയില്ല. എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെയാണ് പോകുന്നത്, ഷഹബാസ് എന്ന് പറയും. അടുത്തുള്ള തന്നെയാണ്. നോവൽ പഠിച്ചാണ് +2, +1, +2, 10th പഠിച്ചാണ്. കാലൊക്കെ കുഴഞ്ഞു പോയി. നമ്മൾ അത്രയും ടെൻഷനിലാണ് പോവുക. അങ്ങനെ പോയി ഫുഡൊക്കെ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. എക്സാം ഹാളിലോട്ട് കയറി. എക്സാം ഹാളിലോട്ട് കയറിയപ്പോഴൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ എക്സാം പേപ്പർ കൈ കിട്ടിയപ്പോൾ എന്താ പറയുക, കൈ കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ബയോളജി ക്വസ്റ്റ്യൻ പെട്ടു. ഫസ്റ്റ് ബയോളജി ക്വസ്റ്റ്യൻ എനിക്കറിയില്ല, റൗണ്ട് ഇട്ട് വെച്ചിട്ട് പേപ്പർ ഇപ്പോഴും ഉണ്ട്. പേപ്പറിന് ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ടെലഗ്രാം ചാനലിൽ കയറാൻ എനിക്ക് കിട്ടും. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടെലഗ്രാം ചാനലിൽ കയറിയാൽ മതി. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിന്റെ ലിങ്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പോ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ എന്താ പറയാ, ഇങ്ങനെ നമ്മൾ എക്സാം തുടങ്ങി പേപ്പർ കൈ കിട്ടി. ഫസ്റ്റ് ബയോളജി ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല, റൗണ്ട് ഇട്ട് വെച്ചു. അറിയില്ല എന്ന് പറഞ്ഞാൽ
50-50 ആണ്. എല്ലാ അസൈൻ റീസണാണ്, ഒക്കെ കൺഫ്യൂഷന്. അപ്പൊ അങ്ങനെ 2-3 ക്വസ്റ്റ്യൻ തുടക്കത്തിൽ അറിയാം. അപ്പൊ തന്നെ ടെൻഷനായി. പിന്നെ ഇങ്ങനെ ചെയ്ത് ഏതായാലും നമുക്ക് ചെയ്യണമല്ലോ. ചെയ്ത് പോയി പിന്നെ കിട്ടാതെ ഗ്രൗണ്ടിട്ട് വെച്ചു. പിന്നെ കെമിസ്ട്രിയിലോട്ട് പോയി. കെമിസ്ട്രിയും കുറെ അറിയാത്തുണ്ടായിരുന്നു. ഫിസിക്സിലോട്ട് പോയപ്പോൾ കുഴപ്പമില്ല, ഫിസിക്സ് കുഴപ്പമില്ല, കുറച്ച് ക്വസ്റ്റ്യൻസേ കിട്ടാത്തുള്ളൂ. അങ്ങനെ പിന്നെ 2ാമത്തെ റൗണ്ടിൽ വീണ്ടും കിട്ടാത്തൊക്കെ പിന്നെ കിട്ടി തുടങ്ങി. 3 റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. എക്സാം കഴിഞ്ഞു. എക്സാം ഒക്കെ ഒരു ക്വസ്റ്റ്യനൊക്കെ ഫിസിക്സ് എനിക്ക് ഒന്നും അറിയാം, എത്ര അറിയുന്നൊരു സാധനം അല്ല, നാവിന്റെ തുമ്പത്തുണ്ട്, പക്ഷെ നമുക്ക് പുറത്തേക്ക് ചാടൂല പറഞ്ഞ മാതിരി അറിയാം. അതിന്റെ ഇക്വേഷൻ ഓർമ്മയിട്ടില്ല. ലാസ്റ്റ് ഫൈൽ എങ്ങനെയൊക്കെ ഇക്വേഷൻ ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ മഞ്ചേരിയൊക്കെ പഠിക്കുന്നത്. അല്ലെങ്കിൽ മഞ്ചേരി പഠിക്കാൻ പറ്റണമെന്നില്ല. മഞ്ചേരി പഠിക്കാൻ പറ്റും, ഒരു ക്വസ്റ്റ്യൻ തിരിച്ചാലും മഞ്ചേരി പറ്റേണ്ടതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 642 മാർക്കായിരുന്നു. 620+ മാർക്കുള്ളവരൊക്കെ മഞ്ചേരി ഉണ്ട് ആ ടൈമിൽ. ഓക്കെ, ആ ടൈമിൽ മാർക്ക് കിട്ടിയവരൊക്കെ. അപ്പൊ അങ്ങനെ വീട്ടിലെത്തിയപ്പോ ആകെ വിളിയോട് വിളി. എന്റെ ഫ്രണ്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത സൈഡത്തിലെ ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്. ജിഷ്ണു സാറൊക്കെയാണ്. ഞാൻ സാറിന്റെ പേര് എടുത്തു പറയാനുള്ള കാര്യം, കെമിസ്ട്രിയുടെ എല്ലാ ഡൗട്ടും സാറാണ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാറൊക്കെ വിളിച്ചു, എങ്ങനെയുണ്ട് ഷാഹിദ് സ്കോർ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ സ്കോറൊക്കെ ഞാൻ പറഞ്ഞു. ഇങ്ങനെ സ്കോറല്ല, അന്ന് ഞാൻ ബൈക്കിൽ പോകുമ്പോഴാണ് സാർ വിളിച്ചത്. ഞാൻ വീട്ടിൽ എത്തിയിട്ട് നോക്കിയപ്പോൾ 630 സംതിങ് മാർക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സാറിനോട് പറഞ്ഞു. പിന്നെ കുറച്ച് കീ കറക്ഷൻ കൂടി വന്നപ്പോൾ 642 മാർക്കായി. അപ്പോൾ 642 മാർക്കാണ്. അപ്പൊ അന്ന് പറഞ്ഞു, അന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ റാങ്കോ സ്കോറൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാലിക്കറ്റ് ഇട്ടില്ലെങ്കിൽ നല്ല കോളേജ് കിട്ടും. പക്ഷെ എനിക്ക് എന്ത് കിട്ടിയാലും എനിക്ക് കാലിക്കറ്റ്, മഞ്ചേരി ഇതിലേതൊക്കെ തന്നെ എനിക്ക് ഇഷ്ടമുള്ളൂ. ബാക്കി കിട്ടാനൊന്നും പോകില്ല. അപ്പൊ എനിക്ക് ആലപ്പുഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ എനിക്ക് റാങ്ക് വന്നപ്പോൾ 9,204 എന്റെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത്. ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി. കാര്യം ഇനി പഠിക്കണ്ടല്ലോ, ഇനി MBBS കോളേജിൽ കയറിയാൽ മതി. ഓക്കെ, കാര്യം അങ്ങനെയാണ്, ഫ്യൂച്ചർ സെക്യൂർ ആണ്. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ പിന്നെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ആയി. പിന്നെ സൈലത്തിന്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. സൈലത്തിന്റെ പ്രോഗ്രാമിലൊക്കെ പോയി. അന്ന് പിറ്റത്തെ ദിവസം എനിക്ക് മോഡൽ എക്സാമാണ്. ആ ടൈമിൽ പോയി. ആ ടൈമിലൊക്കെ കിട്ടിയ കിട്ടിയ ഓരോ മൊമെന്റും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ ഒരുപാട് വീഡിയോസ് സൈലത്തിൽ തന്നെ, എൻ്റെ ഇന്റർവ്യൂവും എൻ്റെ ഓരോ സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, അങ്ങനെ സൈലത്തിലോട്ട് പോയി. ഇങ്ങനെ സൈലത്തിൽ ഇതുണ്ടായിരുന്നു, പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും നീറ്റ് ക്രാക്ക് ചെയ്തതിന് ശേഷം ഒരുപാട്, അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നീറ്റ് ആസ്പിറൻസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതാണ് എൻ്റെ ജേർണി. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ജേർണി നിങ്ങൾക്ക് മനസ്സിലായില്ല, എങ്ങനെയാണ് എൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോയത് എന്നുള്ളത്. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് നീറ്റ് ക്രാക്ക് ചെയ്തത്. കാര്യം +2 ഒരു ബേസ് ഇല്ലാത്തൊരു സ്റ്റുഡന്റ് നീറ്റ് ക്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കോമ്പീറ്റ് ചെയ്യുന്നത് അത്രയും ബേസുള്ള, അത്രയും മാർക്കുള്ള സ്റ്റുഡൻസിന്റെ ഒപ്പമാണ്. അപ്പൊ അത്രയും മാർക്കുള്ള സ്റ്റുഡൻസിനൊപ്പം നമ്മൾ കോമ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും എഫേർട്ട് ഞാൻ എടുക്കണം, അത്രയും പങ്ക്ച്വൽ ആയിരിക്കണം, അത്രയും സെറ്റായിട്ട് പഠിച്ചാലേ എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഓവർകം ചെയ്തിട്ട് ഒരുപാട് സാക്രിഫൈസസ് ഉണ്ട്. ഒരു പരിപാടിയിലോട്ടൊന്നും പോകാതെയാണ് നീറ്റ് ക്രാക്ക് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1 crore വില വരുന്ന സീറ്റാണ് MBBS സീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. എൻ്റെ ഒരു ജേർണി വഴി യു വിൽ ബി ഹൈലി മോട്ടിവേറ്റഡ്. ഇതുപോലത്തെ ഒരു ജേർണി ഞാൻ ഒരു യൂട്യൂബ് വീഡിയോയിലും പറഞ്ഞിട്ടില്ല. സോ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക, സെറ്റാക്കുക. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.